ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തുടർ ഭരണത്തിനെതിരെയുള്ള പ്രതികരണത്തിൽ വിമർശകർക്ക് മറുപടിയുമായി KV സച്ചിദാനന്ദൻ. സാംസ്കാരിക നായകരുടെ അഭിപ്രായത്തിന് നേരെ യാതൊരു കടന്നുകയറ്റവും പാടില്ലെന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPM. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കർഷകർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ തുടരുന്നു. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് COA മുന്നോട്ടു പോകുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് നേതാക്കൾ. ജില്ലയിൽ പകൽ താപനില ഉയരുന്നതിനാൽ ജാഗ്രത വേണമെന്ന കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. വാർത്തകൾ വിശദമായി. തുടർ ഭരണത്തിനെതിരെയുള്ള പ്രതികരണത്തിൽ വിമർശകർക്ക് മറുപടിയുമായി KV കവി K. സച്ചിദാനന്ദൻ. പറയാൻ ശ്രമിച്ച കാര്യങ്ങളുടെ ആഴമറിയാതെയാണ് വിമർശനമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. അദൃശ്യരെയും ശബ്ദമില്ലാത്തവരെയും കേൾക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. മാർക്സിസത്തിന് മുന്നോട്ടു പോകാനുള്ള ഏക വഴിയാണിത്. ദരിദ്രരെയും ന്യൂനപക്ഷങ്ങളെയും ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം, അല്ലാതെ ഉപരിമധ്യവർഗത്തെ വികസനം പറഞ്ഞ് സന്തോഷിപ്പിക്കുകയല്ല വേണ്ടതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ആധുനിക മാർക്സിസ്റ്റ് ചിന്തകൻ ജാക്വസ് റൻസിയറിനെ ഉദ്ധരിച്ചാണ് FB പോസ്റ്റ്. സൈബർ ലോകത്തെ വിഡ്ഢികൾ തന്റെ വിമർശനം എന്തെന്ന് മനസ്സിലാക്കുന്നില്ല. അവർ തന്നെ വായിച്ചിട്ടില്ല. തന്റെ പോരാട്ടങ്ങൾ എന്തെന്ന് അറിയുന്നുമില്ല. അടിയന്തരാവസ്ഥ കാലത്തെ അറസ്റ്റ് മുതൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്നുള്ള രാജി വരെ വിശദമാക്കിയാണ് കുറിപ്പ്. ഒരു പദവിക്ക് വേണ്ടിയും ആരുടെ പിന്നാലെയും പോയിട്ടില്ല. സൈബർ ലോകത്തെ അജ്ഞാതരായ വിമർശകർക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നതിൽ നാണക്കേടുണ്ടെന്നും സച്ചിദാനന്ദൻ കുറിപ്പിൽ പറയുന്നു. സാംസ്കാരിക നായകർ പ്രിയപ്പെട്ടവരാണെന്നും അവരുടെ അഭിപ്രായത്തിന് നേരെ യാതൊരു കടന്നുകയറ്റവും പാടില്ലെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും റവന്യൂ മന്ത്രി K. രാജൻ. സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദന്റെ തുടർ ഭരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അഭിപ്രായം പറഞ്ഞാൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനില്ലെന്നും മന്ത്രി പറഞ്ഞു. അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തുകയാണ്. അത് ശരിയല്ല എന്ന് തോന്നുന്നവർ തിരുത്തുന്നു, അവരവരുടെ അഭിപ്രായം പറയുന്നു. ഏതെങ്കിലും ആളുടെ അഭിപ്രായത്തിന് നേരെ യാതൊരു വിധത്തിലുള്ള കടന്നുകയറ്റവും പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഗവൺമെന്റിനുള്ളത്. ആളുകൾക്കെല്ലാം അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു ജനാധിപത്യ ഘടനയാണല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ളത്. തെറ്റിദ്ധരിക്കപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവരോട് ആ കാര്യങ്ങൾ നേരിൽ സംസാരിച്ച് നമുക്ക് ബോധ്യപ്പെടുത്താം. കേരളത്തിലെ ഗവൺമെന്റിന്റെ പൊതുവായിട്ട് അഭിപ്രായം ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പോലെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ ഭീഷണിപ്പെടുത്തി അഭിപ്രായം പിൻവലിക്കുക എന്നൊരു നയം ഈ ഗവൺമെന്റിന് ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊരു പറയേണ്ട കാര്യമില്ല. അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, ശരിയെ കാലം തീരുമാനിക്കും. ഞങ്ങൾക്ക് വിമർശനങ്ങളിലോ അഭിപ്രായ പ്രകടനങ്ങളിലോ ഏതെങ്കിലും വിധത്തിലുള്ള ഭീതിയോ അതിൻ്റെ പേരിൽ അവരോട് വ്യക്തിപരമായി എന്തെങ്കിലും വിദ്വേഷമോ ഉള്ളവരല്ല. പൊതുജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്താൻ ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൽ എല്ലാവർക്കും അർഹതയുണ്ട്. അതിൽ ശരിയുണ്ടെങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കും, തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് തന്നെ ആ കാര്യം സംസാരിക്കും. അവരെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സുകളിലെ മഹാരഥന്മാരാണ്. അവരുടെ ഒന്നും ചിത്രത്തിനും ചിന്തയ്ക്കും ഒരിടവും ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല. തുടർ ഭരണത്തിനെതിരായ K. സച്ചിദാനന്ദന്റെ പരാമർശത്തിൽ അനുനയ നീക്കവുമായി CPM. സച്ചിദാനന്ദനെ വടൂക്കരയിലെ വീട്ടിലെത്തി CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സന്ദർശിച്ചു. സച്ചിദാനന്ദൻ വിശാല കാഴ്ചപ്പാടിൽ പറഞ്ഞ കാര്യം മറ്റൊരു തരത്തിലാണ് വന്നതെന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമായി കണക്കാക്കുന്നില്ല. കക്ഷി
കക്ഷിരാഷ്ട്രീയത്തിനപ്പുറമുള്ള പ്രതികരണമാണ് സച്ചിദാനന്ദൻ നടത്തിയത്. മതനിരപേക്ഷ മനസ്സുള്ള ഇടതുപക്ഷക്കാരനാണ് കെ സച്ചിദാനന്ദൻ. അദ്ദേഹത്തെ എന്നും ബഹുമാനിക്കുന്നുവെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വാക്കനാമ്പാടത്തിൽ തങ്കച്ചന്റെ 120ഓളം കദളിവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ച ഒറ്റയാൻ ഇറങ്ങി റോബസ്റ്റ് വാഴകൾ നശിപ്പിച്ചിരുന്നു. പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണെന്ന് കർഷകർ പറഞ്ഞു. കാട്ടാനശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കർഷകർ ആരോപിച്ചു. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് സിഒഎ മുന്നോട്ടു പോകുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. 2030 ആകുമ്പോൾ കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർ മൾട്ടി പ്രൊവൈഡറായി മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രവീൺ മോഹൻ. കുത്തക കമ്പനികളുടെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ബ്രോഡ്ബാൻഡ് മേഖല മുന്നോട്ടു പോകുന്നത്. ഉപഭോക്താവിന് ആവശ്യമായ എല്ലാ സേവനങ്ങളും നൽകാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് കേരള വിഷൻ മാറിയിട്ടുണ്ട്. വെല്ലുവിളികളോടൊപ്പം അപാരമായ സാധ്യതകൾ മുന്നിലുണ്ടെന്നും അത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. തൃപ്രയാർ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച സമ്മേളനത്തിന് തുടക്കം കുറിച്ച് സിഒഎ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി P ആന്റണി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റ് റിപ്പോർട്ടും മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സിഒഎ ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രജേഷ് അച്ചാണ്ടി, കേരള വിഷൻ MD T ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM നാസർ, CA ബൈജു, VP ബിജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് ലിയോ, ജേക്കബ് ജെറോം, MP തോമസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൊഴിൽ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. സ്വകാര്യ ഗതാഗത സംവിധാനങ്ങൾ, KSRTC, ഇലക്ട്രിസിറ്റി, ബാങ്ക്, ഇൻഷുറൻസ് ഉൾപ്പെടെ ജില്ലയിലെ പൊതു സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളെല്ലാം പണിമുടക്കിന്റെ ഭാഗമാകും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും അധ്യാപക സംഘടനകളും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ പകൽ താപനില ഉയരുന്നു. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. തൃശൂരിനു പുറമെ പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലായതിനാൽ അനുഭവപ്പെടുന്ന ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ കൂടുതലായിരിക്കും. ഇത് നിർജ്ജലീകരണത്തിനും സൂര്യതാപത്തിനും കാരണമായേക്കാം. അതിനാൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കുന്നംകുളത്ത് കാറിടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചൊവ്വന്നൂർ സ്വദേശി കുളിപ്പറമ്പിൽ വീട്ടിൽ 75 വയസ്സുള്ള രാമനാണ് മരിച്ചത്. സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ മാസം 16-ന് സേതുനഗർ റോഡിൽ വെച്ചായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന രാമനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സീറ്റ് സൗകര്യമില്ലെന്ന പരാതിയിലും സംസാരിക്കാൻ അനുമതി നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ച് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. ചെയർപേഴ്സൺ സൗമ്യ അനിലിന്റെ ഡയസിന് മുന്നിൽ നിലയുറപ്പിച്ചായിരുന്നു പ്രതിഷേധം. നഗരസഭയിലെ കൌൺസിലർമാരുടെ എണ്ണം 37-ൽ നിന്നും 39 ഉയർന്നെങ്കിലും അതിനനുസരിച്ചുള്ള ഇരിപ്പിടങ്ങൾ കൌൺസിൽ ഹാളിൽ ഒരുക്കിയിട്ടില്ലെന്ന് BJP അംഗങ്ങൾ ആരോപിച്ചു. പ്രതിഷേധം ശക്തമായതോടെ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് കൌൺസിലർമാരുമായി ചർച്ച നടത്തി. ഇവരെ അനുനയിപ്പിച്ച ശേഷമാണ് യോഗം തുടർന്നത്. പ്രതിഷേധത്തിനിടെ കൌൺസിലർമാർ അജണ്ട പിടിച്ചുവാങ്ങി കീറിയെറിഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആർഷ ജിജു, T സോമശേഖരൻ, ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, ആവേൻ ശ്രീജിത്ത്, സോമൻ ചെറുകുന്ന എന്നിവർ യോഗത്തിൽ സംസാരിച്ചു.
പി.ജി. വിലങ്ങന്നൂരിൽ സ്റ്റേ പട്ടയ അദാലത്ത് സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ താലൂക്കിലെ 6 വില്ലേജുകളിലെ 1966 മുതലുള്ള സ്റ്റേ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് അദാലത്ത് സംഘടിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 2400ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. ലാൻഡ് റവന്യൂ കമ്മീഷണർ കെ ജീവൻ ബാബു, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ അനിത, സനിൽ വാണിയമ്പാറ, ഡെപ്യൂട്ടി കളക്ടർ LR ജ്യോതി, തഹസിൽദാർ ടി ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കിയ വെള്ളിക്കുളങ്ങര സർക്കാർ മൃഗാശുപത്രിയുടെ പുനർനിർമ്മാണം എങ്ങും എത്തിയില്ല. മൃഗാശുപത്രി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം കാടുകയറി കിടക്കുകയായിരുന്നു. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ ഹൈസ്കൂളിന് സമീപമുണ്ടായിരുന്ന മൃഗാശുപത്രി കെട്ടിടം പുനർനിർമ്മാണത്തിനായി പൊളിച്ചു നീക്കിയിട്ട് 2 വർഷത്തോളമായിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. പുതിയ മൃഗാശുപത്രി കെട്ടിടത്തിനായി 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നേരത്തെ തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പുനർനിർമ്മാണത്തിന് ഇത്രയും തുക അനുവദിച്ചു കിട്ടാൻ കാലതാമസം വരുമെന്നാണ് സൂചന. 2024 പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയും മൃഗാശുപത്രിയുടെ പ്രവർത്തനം താൽക്കാലികമായി വെള്ളിക്കുളങ്ങര മോനോടി റോഡിലുള്ള ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്തെ സാംസ്കാരിക നിലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. മൃഗാശുപത്രി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം കാടുകയറി. ഈ കോമ്പൗണ്ടിൽ നിർമ്മിച്ച ലബോറട്ടറി കെട്ടിടവും അനാസ്ഥമായി കിടക്കുകയാണ്. TCV ന്യൂസ്, കൊടകര. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ തൃശൂർ ഈസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KL ഷാജി, MK സുരേഷ് കുമാർ, CL രാജു, MP റിനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഔദാര്യമായി, പക്ഷേ ഞങ്ങൾ പറയുന്നു അത് പതിറ്റാണ്ടുകളായി ആരുടെയും ഔദാര്യമല്ല, ആരുടെ മുന്നിൽ തലചോർന്ന് നിന്ന് കിട്ടേണ്ടതും തരേണ്ടതുമല്ല. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. PG ഹൌസിൽ നടന്ന സമ്മേളനം V. സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. മത്തായി കേരളം അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹമീദ് കോക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണുത്തിയിൽ ഇസാഫ് ബാങ്ക് ചെയർമാന്റെ വീടിന് മുന്നിൽ കിടപ്പാട സംരക്ഷണ സമിതി കുത്തിയിരിപ്പ് സമരം നടത്തി. ചെറുകിട വായ്പകളുടെ മറവിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ നിർധന കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്നു ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാന ജനറൽ കൺവീനർ VC ജെനി സമരം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PO ജോൺ, CP റഷീദ്, അനൂപ് മാത്യു, PK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ പള്ളിവേട്ടയിൽ പതിറ്റാണ്ടുകളായി പാരമ്പര്യത്തിന്റെ ശബ്ദമായിരുന്ന കോളാടി തറവാട്ടിലെ കാർണവർ രാമൻ മേനോൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശിവാനി ജയറാമിന്റെ കവിതാ സമാഹാരം ശ്രദ്ധ നേടുന്നു. ഇതിനോടകം 60-ൽ പരം കവിതകൾ എഴുതി കഴിഞ്ഞു ഈ കൊച്ചുമിടുക്കി. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ ശിവാനി പെരിഞ്ചേരി ചക്കാലക്കൽ നമശിവായ റോഡിൽ ജയറാം ജയശ്രീ ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവളാണ്. പഠനത്തോടൊപ്പം 42 കവിതകൾ അടങ്ങിയ വേഴ്സസ് ബിറ്റ്വീൻ ദ സ്റ്റാർസ് എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരമാണ് ശിവാനി എഴുതി പുറത്തിറക്കിയത്. സമൂഹത്തിലെ അനീതിക്കും നീതികേടിനുമെതിരെ തൂലികയിലൂടെ തന്റേതായൊരു തലം കണ്ടെത്തിയിരിക്കുകയാണ് ശിവാനി. സ്കൂളിന്റെ വാഗ്ദാനവും അഭിമാനവുമാണ് ശിവാനി ജയറാം എന്ന പ്രിൻസിപ്പൽ PV സുധാകരൻ പറയുന്നു. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കവിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഇത്തരത്തിലുള്ളൊരു കവിതാ സമാഹാരം വേഴ്സസ് ബിറ്റ്വീൻ ദ സ്റ്റാർസ് എന്ന പേരിലുള്ള ഒരു കവിതാ സമാഹാരം ഞങ്ങളുടെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി പബ്ലിഷ് ചെയ്തു എന്നുള്ളത് വളരെ അഭിമാനം ഉള്ളൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് കവിതകൾ ഇതിൻ്റെ അകത്തുണ്ട്.
അത് വായിക്കുമ്പോൾ നമുക്ക് അറിയാം ഈ കുട്ടി എത്രമാത്രം പുറം ലോകവുമായിട്ട് എത്രമാത്രം സംവദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് ഈ കവിതകൾ വായിക്കുമ്പോൾ. കുട്ടി എഴുത്തുകാരിൽ വേറിട്ട വ്യക്തിത്വമാണ് ശിവാനി എന്ന് ക്ലാസ് അധ്യാപിക ഉഷാകുമാരി പറഞ്ഞു. എൻ്റെ സ്റ്റുഡൻ്റാന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമാണ്. അവൾ നല്ലൊരു എഴുത്തുകാരിയാണ്. പ്രായത്തിനനുസരിച്ചതല്ല അവൾ എഴുതുന്നതിനേക്കാൾ പക്വമായിട്ട് വളരെ സർഗാത്മകതയുള്ള കുട്ടിയാണ്. നല്ലൊരു ഭാവി അവൾക്ക് ഉണ്ടാവട്ടെ. എന്തായാലും എനിക്കും സ്കൂളിനും ഒക്കെ അവൾ നല്ലൊരു അഭിമാനം തന്നെയാണ്. സഹപാഠിയായ ശിവാനിയുടെ കവിതകൾ സമപ്രായക്കാർക്ക് പ്രചോദനമാണെന്നും എഴുത്തുകാരി എന്ന രീതിയിലുള്ള ഉയർച്ച അഭിമാനമാണെന്നും സഹപാഠികൾ അഭിപ്രായപ്പെട്ടു. I've been friends for 10 years and I'm so overwhelmed to witness her success. This book is quite powerful and the poem don't try to explain everything. It gives a space for the readers to read and interpret. It shows a quiet fascination with words. Her poems depict raw emotions. Many of her poems are quite relatable to teenagers like us. We are so proud of her and her achievement. It's quite fascinating how she notices the slightest things in the society and expresses in her poem. When the book was published, I was so excited that I kept telling everyone around me that she is my friend and she has now become an author. It's very proud for all of us. വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനമാണ് അക്ഷരവഴികളിൽ ശിവാനിക്ക് ഊർജമാകുന്നത്. ഓരോ കവിതകൾ എഴുതുമ്പോഴും പാരൻസ് ഞങ്ങളെ ചേച്ചിയും കാണിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ രീതിയിലൊരു പ്രോത്സാഹനം, ബിക്കോസ് എഴുതി വെക്കൂ, നമുക്ക് ഏതെങ്കിലും പബ്ലിഷേഴ്സിനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ 68 കവിതകളോളം ശിവാനി എഴുതിയിട്ടുണ്ട്. സ്കൂളിലെ ലൈബ്രറി ഇറ്റ് വാസ് ആൾസോ ഹെൽപ്ഫുൾ. ബുക്സ് അത്യാവശ്യം ലൈബ്രറിയിൽ നിന്ന് എടുത്തൊക്കെ വായിക്കാറുണ്ട്. പഠനത്തെ ബാധിക്കാതെ ഉള്ള ഒരു സമീപനം, ഒരു പ്രോത്സാഹനം മാത്രമാണ് നമ്മുടെ ഭാഗത്ത്. ശിവാനിയുടെ പുതിയ പുസ്തകം സാഹിത്യലോകത്തിന്റെ ശ്രദ്ധയിൽ ഇടം നേടിക്കഴിഞ്ഞു. കാവ്യലോകത്ത് ഇനിയും ഏറെ എഴുതി മുന്നേറാൻ തൂലികയിൽ ഇന്ധനം നിറച്ച് പുതുപ്രതീക്ഷകളുടെ സൂര്യോദയങ്ങൾ സ്വപ്നം കാണുകയാണ് ഈ മിടുക്കി. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കായിക യുവജന കാര്യാലയ വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് U ഷറഫ് അലി എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട കായിക താരം എന്നത് 26 ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്പോർട്സ് ഫെസ്റ്റിവലിന് തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന നീന്തൽ മത്സരങ്ങളോടെ തുടക്കമായി. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ് ഉദ്ഘാടനം ചെയ്തു. സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് VP പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് ബാബു, സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ, ഡോക്ടർ P ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നീന്തൽ, ഫ്രീ സ്റ്റൈൽ, ബാക്ക് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ സ്ട്രോക്ക്, റിലേ, ഫ്രീ സ്റ്റൈൽ റിലേ, വാട്ടർ പോളോ എന്നീ നീന്തൽ ഇനങ്ങളിലായി 200ഓളം കായിക താരങ്ങളാണ് നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. തിരുവില്ലാമല പഴയന്നൂർ പ്രധാനപാതയിലെ അനധികൃത നിർമ്മാണങ്ങൾ വഴിയാത്രക്കാരെയും പരിസരവാസികളെയും ദുരിതത്തിലാക്കുന്നു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പരിസരത്താണ് താമസത്തിനും മറ്റുമായി നിരവധി ഷെഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രദേശവാസിയായ സുരേഷ് അധികൃതർക്ക് പരാതി നൽകി.
ഞാൻ ഇന്ന് വരെ ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലും പിന്നെ അതുപോലെ ചേലക്കര പോയി PWDക്കാർക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ് കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും ജില്ലാ കളക്ടർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ ഒന്നും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. മുന്നോട്ട് കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ഇരിക്കുകയാണ്. ഈ കാണുന്നത് എല്ലാം പുള്ളിയുടെ പ്രോപ്പർട്ടിയാണ്, ഇവരുടെ ഫാമിലി ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇതിൽ കുറെ ഫാമിലി കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടില് കുറെ ആൾക്കാർ വെറുതെ അൺഓത്തറൈസ് ആയിട്ട് ഇരിക്കുകയാണ്. വെറുതെ മീൻസ് അത് നാടിനും ഒരു പ്രശ്നമാണ്, ഇവർക്ക് തീർച്ചയായും. കാരണം അവരുടെ മൂത്ര വിസർജനങ്ങൾ എല്ലാം ഇവിടെയാണ് ചെയ്യുന്നത്. അവർ ഡെയിലി പർപ്പസ്, ഡെയിലി തിങ്സ്. ഓക്കെ, അതല്ലാതെ ഈ റോഡിൽ നടക്കാൻ പോകുന്നത്, മോർണിംഗ് വാക്ക് ചെയ്യുന്ന വയസ്സായ ആൾക്കാർ, കുട്ടികൾ, സ്കൂളിൽ പോയുള്ള കുട്ടികൾ, ശരിക്കും പറഞ്ഞാൽ അവർ സുരക്ഷിതല്ല. കാരണം ഇവര് റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ്. നമുക്ക് രാത്രി ഇവിടെ ആംബുലൻസോ എന്തെങ്കിലും നമുക്ക് വിളിക്കാം. ഈ മാസം 22-ന് നടക്കുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ NDA വിജയിക്കുകയാണെങ്കിൽ ED പിടിച്ചെടുത്ത 128 കോടിയുടെ വസ്തുവകകൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്ന് BJP പൊറത്തുശ്ശേരി ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ബിനാമി പേരിലെടുത്ത വായ്പകൾ പുറത്തുവിടുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പുറത്തുവിടുന്ന പല കണക്കുകളും വ്യാജമാണെന്നും ഇവർ ആരോപിച്ചു. ഭാരവാഹികളായ TK ഷാജു, ആർച്ച അനീഷ്, VC രമേശ്, സൂരജ് കടുങ്ങാടൻ, സുരേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അയ്യപ്പത്ത റോഡിന് സമീപം റോഡ് പണിക്കായി ഉപയോഗിക്കുന്ന ട്രാക്ടറും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തുനിന്ന് പന്നിത്തടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വന്ന ട്രാക്ടറുമാണ് കൂട്ടിയിടിച്ചത്. അപകടമുണ്ടാക്കിയ ട്രാക്ടർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി എളവള്ളി പഞ്ചായത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ചിറ്റാറ്റുകരയിൽ നടന്ന സമാപന യോഗം CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. KS പ്രമോദ്, TS സജു, PA ഷൈൻ, TC മോഹനൻ, BR സന്തോഷ്, CK രമേശ്, PV അശോകൻ, NB ജയ, PK രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വെങ്കിടങ്ങിൽ സംയുക്ത യൂണിയൻ കാൽനട പ്രചരണ ജാഥ നടത്തി. ജാഥ ക്യാപ്റ്റൻ AITUC പഞ്ചായത്ത് സെക്രട്ടറി CP ജോൺസന് പതാക കൈമാറി. കരുവന്തല സെന്ററിൽ നടന്ന പൊതുയോഗം CITU ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ മാനേജർ EV പ്രബീഷ് അധ്യക്ഷനായി. KK ബാബു, KA ബാലകൃഷ്ണൻ, CR ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ് സെന്ററിൽ നടത്തിയ സമാപന ജാഥ പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. 5 ദിവസങ്ങളായി പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം സമാപിച്ചു. കലോത്സവത്തിൽ 319 പോയിന്റ് നേടി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജേതാക്കളായി. 241 പോയിന്റോടെ തൃശൂർ സെന്റ് തോമസ് കോളേജ് 2ാം സ്ഥാനവും 155 പോയിന്റോടെ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം ഡോക്ടർ VM ചാക്കോ ഉദ്ഘാടനം ചെയ്തു. സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ PK ഷിഫാന അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി സൂഫിയാന, അൻസാർ വിമൻസ് കോളേജ് ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, പ്രിൻസിപ്പൽ J ഫരീദ, സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഷറഫുദ്ദീൻ പിലാക്കൽ, ഗണേഷ് ആറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മത്തവിലാസം കൂത്തോടെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. കലാമണ്ഡലം രാമൻ ചാക്യാരുടെ നേതൃത്വത്തിൽ സൂത്രധാരന്റെ പുറപ്പാടോടെയായിരുന്നു കൂത്തിന്റെ ആരംഭം. വെള്ളിയാഴ്ച മുതൽ ക്ഷേത്രത്തിന് പുറത്ത് നടരാജ മണ്ഡപത്തിൽ ഭക്തി പ്രഭാഷണം, അഷ്ടപതി കച്ചേരി, കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കിരാതം കഥകളി എന്നിവ അരങ്ങേറും. ശിവരാത്രി ദിവസം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചന, മഹാദേവന് ഭസ്മാഭിഷേകം, PCC ഇളയതിന്റെ ഭക്തി പ്രഭാഷണം, നൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, തിരുനടയ്ക്കൽ, പഞ്ചവാദ്യം, സമൂഹാർച്ചന എന്നിവ നടക്കും.
കോസ്റ്റ് ഗാർഡിലെ മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ തട് രക്ഷക് മെഡൽ നേടിയ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിനിക്ക് ആദരമൊരുക്കുന്നു. പെരുമ്പിലാവ് സ്വദേശിനി കമാൻഡന്റ് ഇന്ദു പി നായർക്കാണ് ഇന്തോളം എന്ന പേരിൽ ശനിയാഴ്ച ലോ കോളേജിൽ ആദരമൊരുക്കുന്നത്. 1999-2002 കാലഘട്ടത്തിൽ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ പഠനകാലം പങ്കിട്ട സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും കൂട്ടായ്മയാണ് ഇന്തോളം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് ഗവൺമെന്റ് ലോ കോളേജിൽ നടക്കുന്ന ചടങ്ങ് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KV ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ നിയമവിഭാഗത്തിൽ നടത്തിയ സ്തുത്യർഹ സേവനങ്ങൾക്കാണ് രാജ്യം ഇന്ദു പി നായർക്ക് തട് രക്ഷക് അംഗീകാരം നൽകിയത്. ചെന്നൈയിലെ ഈസ്റ്റ് സോൺ റീജിയണൽ ഫെഡ് ക്വാർട്ടേഴ്സിൽ റീജിയണൽ ലോ ഓഫീസറായാണ് ഇവർ സേവനം അനുഷ്ഠിക്കുന്നത്. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സോജൻ ജോബ്, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UV സ്മിത, മറ്റു ഭാരവാഹികളായ സിനി ബെൻ, അഡ്വക്കേറ്റ് PK സുരേഷ് ബാബു, അഡ്വക്കേറ്റ് സന്ധ്യ ശ്യാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ വജ്ര ജൂബിലി സമ്മേളനം ശനിയാഴ്ച കോഴിക്കോട് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. സുസ്ഥിര സേവനം ചെയ്ത ഗാലൻട്രി അവാർഡ് നേടിയ സൈനികരെ സമ്മേളനത്തിൽ ആദരിക്കും. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് K അശോക് കുമാർ, സെക്രട്ടറി ബേബി മാത്യു, P ഉദയകുമാർ, ക്യാപ്റ്റൻ PK ദാസൻ, TV ആന്റോ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഉപജില്ലാ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ സെമിനാർ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ റെഡ് ക്രോസ് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പ്രവീൺ M. കുമാർ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, വാർഡംഗം മിനിദാസൻ, ചാലക്കുടി ഉപജില്ലാ കോർഡിനേറ്റർ മനു മോഹൻ, PD ബൈജു, CB സുനിതാദേവി എന്നിവർ സംസാരിച്ചു. ഓട്ടിസം, ബുദ്ധിവൈകല്യം, സെറിബ്രൽ പൾസി തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി തൃപ്രയാർ ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ക്ഷേത്രം മൂരാളൻ ഡോക്ടർ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PG നായർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ UP കൃഷ്ണനുണ്ണി, നാട്ടിക പഞ്ചായത്ത് അംഗം അംബിക, തൃപ്രയാർ ക്ഷേത്രം മാനേജർ മനോജ് K നായർ, ട്രഷറർ ശ്രീ പ്രേംകുമാർ, സനാതന ധർമ്മ പാഠശാല പ്രസിഡന്റ് മണികണ്ഠൻ, പ്രോഗ്രാം കൺവീനർ സുനിൽ പാറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി AICC സെക്രട്ടറി PV മോഹൻ കൊടുങ്ങല്ലൂർ സന്ദർശിച്ചു. ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളായ TM നാസർ, VM മുഹിയുദ്ദീൻ, PU സുരേഷ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് തുടങ്ങിയവർ AICC സെക്രട്ടറിയെ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വാർഡ് കൌൺസിലർ MS വിനയ്കുമാറിന്റെ നേതൃത്വത്തിൽ എമർജൻസി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK രാധാകൃഷ്ണൻ, റസോജ ഹരിദാസ്, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. 17-ാം തീയതി വരെ വളരെയധികം സംഗീത സംവിധായകൻ M. ശിവശങ്കറിന്റെ സ്മരണാർത്ഥം നടത്തിയ കവിതാരചനാ മത്സരത്തിൽ മായനൂർ VLP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ജോയേന ബിനു വിജയിയായി. അലക്കും കല്ലും കുഞ്ഞിപ്പെണ്ണും എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. എഴുത്തുകാരൻ സുനിൽ P. ഇളയിടം പുരസ്കാരം സമ്മാനിച്ചു. ചെമ്മാപ്പള്ളി ALP സ്കൂളിൽ നടന്ന പൂർവ്വ PTA സംഗമവും യാത്രയയപ്പ് സമ്മേളനവും CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാന അധ്യാപിക BS സുഷമ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, PK ശ്രീജി, PR ഹരിദാസ്, EP ഹരീഷ്, R രാഹുൽ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥിയാണ് രാജേട്ടന്റെ സ്നേഹാദരം വളരെ നേരത്തെ തന്നെ എത്തിയതാണ്. ശിവപ്രിയയും നമ്മുടെ സദസ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മൊമെന്റ് നൽകുന്നത് ഏറ്റവും
സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ സംസ്ഥാന സമ്മേളനം ഈ മാസം 14 കോഴിക്കോട് നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള വിമുക്ത ഭടന്മാരും കുടുംബങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. കോഴിക്കോട് കടപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന സമ്മേളനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ക്യാപ്റ്റൻ സോമൻ, MD ജോർജ്, ജിജിമോൻ, കെ റപ്പായി, രമ, കൃഷ്ണമൂർത്തി, CK വത്സൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 1444 ആറാട്ടുപുഴ പൂരത്തിന്റെ മേളം പ്രമാണിമാരെ ആറാട്ടുപുഴ ക്ഷേത്രം ഉപദേശക സമിതി നിശ്ചയിച്ചു. ആറാട്ടുപുഴ തിരുവാതിര വിളക്കിന്റെ പഞ്ചാരിമേളം പഴുവിൽ രഘുമാരാരും, പെരുവന്നം പൂരത്തിന്റെ പാണ്ടിമേളം പെരുവന്നൻ കുട്ടമാരാരും, തറക്കൽ പൂരത്തിന്റെ പാണ്ടിമേളവും ആറാട്ടുപുഴ പൂരത്തിന്റെ പഞ്ചാരിമേളവും പെരുവന്നം സതീശന്മാരാരും പ്രമാണിത്വം വഹിക്കും. കറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനും, വലന്തലയിൽ പെരുവന്നം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും എല്ലാ പൂരങ്ങൾക്കും പ്രമാണിമാരാകും. ചേറ്റുവ പാലത്തിൽ കുന്നുകൂടി കിടക്കുന്ന മണൽ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ചേറ്റുവ പുഴയിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുമ്പോൾ ലോറിയിൽ നിന്ന് ചോർന്നു വീണ മണലാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. പാലത്തിലെ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് യാത്രക്കാർ വെട്ടിമാറ്റുമ്പോൾ തെന്നി വീഴാൻ സാധ്യത ഏറെയാണെന്ന് പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം അരങ്ങേറി. പൊതുസദസ്സിൽ അപൂർവമായി മാത്രം അരങ്ങേറുന്ന കൃഷ്ണനാട്ടം കാണികൾക്ക് നവ്യാനുഭവമായി മാറി. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര കലാനിലയത്തിലെ കലാകാരന്മാരാണ് അവതരണം നടത്തിയത്. S മാധവൻകുട്ടി നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,475 രൂപ, പവന് 1,15,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തുടർഭരണത്തിനെതിരെയുള്ള പ്രതികരണത്തിൽ വിമർശകർക്ക് മറുപടിയുമായി കവി K സച്ചിദാനന്ദൻ. സാംസ്കാരിക നായകരുടെ അഭിപ്രായത്തിന് നേരെ യാതൊരു കടന്നുകയറ്റവും പാടില്ലെന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPM. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കർഷകർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ തുടരുന്നു. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് COA മുന്നോട്ടു പോകുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് നേതാക്കൾ. ജില്ലയിൽ പകൽ താപനില ഉയരുന്നതിനാൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.